അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഒരു ഫ്രൂട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് അച്ചാറിടാനൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്കിത് ഉപ്പും മുളകും കൂടെ കൂട്ടി കഴിച്ചാലോ എന്ന്. ഞാൻ ഇതുവരെ ഇത് ഉപ്പും മുളകും ഇത് കഴിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു ഡപ്പയായിട്ട് വന്നിട്ട് നേരെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലായത്. എനിക്ക് പൊക്കം വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്തുന്ന സ്ഥലത്തൊന്നും അത്യാവശ്യം പഴുത്തതുണ്ടായില്ല, എല്ലാം മുകളിലായിരുന്നു. അവിടം വരെ ഒന്നും എത്താൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം നമുക്ക് ഹൈറ്റ് ഇല്ല. എന്നെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ആരും ഉണ്ടായില്ല. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അവിടുത്തെ ചെറുതായിട്ട് പഴുത്തതൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി. കാരണം എനിക്ക് എത്തുന്ന സ്ഥലത്തൊന്നും നല്ല പഴുത്തതില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് മാത്രം പറിച്ചു. എന്നാൽ അതിലും കുറച്ചൊക്കെ പച്ചയായിരുന്നു. പക്ഷേ കൂടുതലും നമ്മൾ പച്ച എടുത്താൽ ഭയങ്കര പുളിയായിരിക്കും, പിന്നെ നമുക്കത് അധികം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒത്തിരി എടുത്ത് പുളിയാക്കേണ്ട വെച്ചിട്ട് എന്നെക്കൊണ്ട് ലൈക്ക് കുറച്ച് പഴുത്തത് മാത്രം എടുത്തിട്ട് ഞാൻ അത് മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയെല്ലാം പച്ചയായിരുന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ വെറുതെ വിട്ടു. അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി. അത്യാവശ്യം നല്ല കറ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചധികം നേരം നമ്മൾ കഴുകേണ്ടി വന്നു. കഴുകിയില്ലെങ്കിൽ പിന്നെ ആ ഒരു ബ്ലാക്ക് കളറിൽ ആ കറയുടെ ആ ഒരു ഇത് കാണും. അതുകൊണ്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞ് കുറച്ച് ആദ്യം ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്ത് അതൊരു ഡപ്പിക്കകത്ത് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മുളകും കൂടെ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നന്നായിട്ടത് ഷേക്ക് ചെയ്തു. കുറച്ചധികം നേരം ഷേക്ക് ചെയ്തു, കാരണം ആ ഉപ്പും മുളകൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ചധികം നേരം ഷേക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിനി അത് നോക്കാം എന്തായി എന്ന്. കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുമായിരുന്നു, കാരണം ഞാനിത് കഴിച്ചിങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്കിത് കഴിച്ച് നോക്കണമെന്ന് ഭയങ്കര അതെങ്ങനെ ഇരിക്കും ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞാനിത് കഴിച്ച് നോക്കി. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് സെറ്റായിരുന്നു. എനിക്കാണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇച്ചിരി അധികം സ്പൈസി ആയി പോയതുകൊണ്ട് മൊത്തം എരിഞ്ഞിരിക്കുമായിരുന്നു. പുളിയായതുകൊണ്ട് ഇത് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ പണി കിട്ടുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു എരിവ് കുറേ നേരം പിടിച്ച് വെച്ച് വീണ്ടും 2-3 വട്ടം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷേ ഒന്നിലും അങ്ങോട്ട് ശരിയാവുന്നില്ല, കാരണം ഇരുന്നിട്ട് എനിക്കങ്ങ് പറ്റുന്നില്ലായിരുന്നു. കുറേ ടേക്ക് പോയി, അതിലൊന്നിലും എരിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു മാതിരിയാകാം. അങ്ങനെ ആദ്യമായിട്ടൊരു സാധനം കഴിച്ചിട്ട് ഇത്രയും വിയർക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ.